എടോ, ഇതിപ്പോ 3 ദിവസമായി. എത്ര ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ഈ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നത്? മെസ്സി 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ഇതിന്റെ പ്രവചനം. ഇന്ന് 3-ാം ദിനമല്ലേ? ഇന്നുകൂടി നോക്കാം. നീ കേട്ടിട്ടില്ലേ ഇവന്റെ ശരീരം കല്ലറയിൽ നിന്ന് മോഷ്ടിക്കുമെന്ന്? അങ്ങനെയെങ്കിലും സംഭവിച്ചാൽ ആ കൊണ്ടുപോകുന്ന ശരീരം ഇവിടെ കിടന്ന് പിടയും. എടോ, താൻ ശ്രദ്ധിച്ചോ? പതിവിലും വിപരീതമായി പ്രകൃതിക്ക് ഒരു മാറ്റം സംഭവിച്ച പോലെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇനി ഇവൻ ദൈവപുത്രനെങ്ങാനായിരുന്നു? ദൈവപുത്രനാണ് പോലും ദൈവപുത്രൻ. ഇവൻ ദൈവപുത്രനല്ലെന്ന് മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തണം. അതിനാണ് ഈ കല്ലറ മൂടിവെച്ചിരിക്കുന്നതും നമ്മൾ ഇതിന് കാവൽ നിൽക്കുന്നതും. സ്വർഗത്തിലിരിക്കുന്ന അത്യുന്നതനായ യഹോവേ, നിന്റെ ജനത്തിന്റെ കണ്ണുനീര് നീ കാണുന്നില്ലേ? കരഞ്ഞ് കരഞ്ഞ് എൻ്റെ കണ്ണുകൾ തളർന്നു. ഇനിയും കരയാന് എനിക്ക് ശേഷിയില്ല. കാത്തിരിക്കാം. യഹോവ നമ്മുടെ പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കുകയില്ല. ഇല്ല, ഇനിയും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. ഞാൻ പോകുകയാണ് അവന്റെ അടുത്തേക്ക്. എന്ത്, ഈ രാത്രി തന്നെയോ? അതെ, ഈ രാത്രി തന്നെ അവനെ കാണുക. അവന്റെ ശവകുടീരത്തിൽ അല്പനേരമെങ്കിലും ഈ രാത്രികളൊന്നും എനിക്ക് രാത്രികളല്ല. അവന്റെ സ്നേഹത്തെ കൂടി അവന്റെ കൂടെ ഇരിക്കുന്നതാണ് എന്റെ ഇഷ്ടം. വെളിച്ചം അവൻ കാണിച്ചു തരുമ്പോൾ ഇരുട്ടിൽ ഒന്നും ഇരുട്ട്. മഗ്ദലന, നീ ഇവിടെ ആരെ അന്വേഷിക്കുന്നു? നിങ്ങൾക്കറിയില്ലേ, യഹൂദർ കുരിശുമരണം കൽപ്പിച്ച യഹൂദരുടെ രാജാവായ നസ്രായനായ ക്രിസ്തുവിനെ. മഗ്ദലന, നീ പ്രവാചക ഗ്രന്ഥങ്ങളൊന്നും വായിച്ചിട്ടില്ലേ? പ്രവചനങ്ങൾ പൂർത്തിയാകുവാൻ അവൻ മരണം വരക്കേണ്ടിയിരിക്കുന്നു. അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, കുരിശുമരണം വരെ. പ്രവാചക ശബ്ദം പൂർത്തിയാകുവാൻ അവൻ ഉയർപ്പിക്കപ്പെട്ടു. നീ അന്വേഷിക്കുന്നവൻ ഇവിടെയില്ല, അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അരുത്, അവനെ എങ്ങനെ നിന്നും അകറ്റുന്ന ഒരു കാര്യം പോലും അങ്ങ് പറയരുത്.
അവനെ കാണാനായിട്ടാണ് ഞാൻ വന്നത്. ഈ ലോകം മുഴുവൻ പറയുന്നത് പോലെ അവൻ അവൻ കുറ്റക്കാരനാണെന്ന് ഞാൻ കരുതുന്നില്ല. അവനെ എനിക്കായി തുറന്നു തന്നാലും. മഗ്ദലേന, പ്രവാചകന്മാർ അരുളി ചെയ്തത് പൂർത്തിയാക്കുവാൻ അവൻ ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. അവനോട് ചേർന്ന് നിൽക്കുന്ന നീ ഇത് വിശ്വസിക്കണം, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അരിമത്യക്കാരൻ ജോസഫിന്റെ ഈ തോട്ടത്തിലാണ്, ഈ കല്ലറയിലാണ് അവനെ അടക്കിയത്. ഞാൻ എന്റെ കണ്ണാലെ കണ്ടതാണ്. അവൻ ഇവിടെയുണ്ട്. അവനെ ഒന്ന് കാണാൻ എന്നെ അനുവദിച്ചാലും. മഗ്ദലേന, ഞാൻ വീണ്ടും നിന്നോട് പറയുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നീ നിന്റെ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കിയാൽ, പ്രവാചകന്മാർ പറഞ്ഞതനുസരിച്ച് വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ നീ അവന്റെ ഉയർപ്പ് കാണും. നിന്നോട് ഞാൻ പറയുന്നു, അവൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നീ നിന്റെ ഹൃദയം തുറന്ന് അവനെ വിളിച്ചാൽ അവൻ നിനക്ക് അവന്റെ ഉയർപ്പ് കാണിച്ചു തരും.